ഗായ്സ്, വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഒന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേ 1 ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒക്ടോബർ 21 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും അത്രയ്ക്കൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 20 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേ 1 കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ ആയിരുന്നു ഞാൻ മുന്നൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ താത്ത കൊച്ചിയിൽ പോകുന്നൊരു വ്ളോഗ്. അപ്പോൾ അത് ആ ഒരു 15 ദിവസത്തിന് ശേഷം താത്തത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റഡി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് രാവിലെ കുറച്ച് ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റഡി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഫിസിക്സ് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സും. അപ്പോൾ എന്തായാലും അത് തന്നെ ഞാൻ സോളിഡ്സ് ആയിരുന്നു ഈ ഒരു ദിവസം കുത്തിരുന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം നന്നായിട്ട് അതിന് അകത്ത് ചൂടെടുത്തപ്പോൾ പുറത്തിരുന്നിട്ടാണ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ കൂടുതലായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ദിവസത്തേക്ക് ജസ്റ്റ് കെമിസ്ട്രി ഒക്കെ ഒന്ന് കുറച്ച് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കെമിസ്ട്രി ഒക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഓരോ ഡേയിലെയും വ്ളോഗ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു സ്റ്റഡി ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 6 ഹവേഴ്സൊക്കെ സ്റ്റഡി ചലഞ്ച് ആയിട്ടെങ്കിലും നമുക്ക് ചെയ്യണം. കാരണം ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ഒരു 6 ഹവേഴ്സും അല്ലാത്ത ദിവസങ്ങളിൽ ഒരു 10 ഹവേഴ്സൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.